നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 76. മണലളവറ്റു ചൊരിഞ്ഞ വാപിയിന്മേൽ അണിയണിയായി അലവീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. നമ്മുടെ അന്തരാത്മാവ് എത്ര നിഗൂഢമായ ഒരു സങ്കേതമാണ്. അതിൻ്റെ ആഴവും വ്യാപ്തിയും നമുക്ക് ചിന്താവിഷയമാകുന്നുണ്ടെങ്കിലും ഒരിക്കലും അതിനെ പൂർണ്ണമായി അറിയുവാൻ കഴിയുന്നില്ല. മണൽ പ്രദേശത്ത് ഉപേക്ഷിച്ചു കളഞ്ഞ ചില കുളങ്ങളുണ്ട്. ദിവസങ്ങളുടെ നിശ്വാസം പോലെ നിൽക്കാതെ വീശിക്കൊണ്ടിരിക്കുന്ന കാറ്റ് പൂഴിമണ്ണിനെ പറത്തി കുളത്തിൻ്റെ ജലപ്പരപ്പിൽ തുടരെ ചൊരിയുന്നു. അപ്പോഴൊക്കെയും ജലപ്പരപ്പിൽ ഓളങ്ങൾ ഇളകുന്നു. മണ്ണ് അവിടെയും ഇവിടെയും ക്രമമില്ലാതെ വീഴുന്നതുകൊണ്ട് ഓളങ്ങളും പലയിടങ്ങളിൽ നിന്ന് ഒരു വ്യവസ്ഥയുമില്ലാതെ ഇളകി വന്ന് ജലപ്പരപ്പിനെ ചഞ്ചലമാക്കിക്കൊണ്ടിരിക്കുന്നു. ഒന്നിനും അതിൽ സ്വച്ഛമായി പ്രതിഫലിക്കുവാൻ കഴിയുന്നില്ല. അതുപോലെ നമ്മുടെ മനസ്സും സദാ കലുഷമായിക്കൊണ്ടിരിക്കുന്നു. വിത്തുകളിൽ നിന്നും അതിൻ്റെ അങ്കുരം ആദ്യമുണ്ടാകുമ്പോൾ അവ നേരെ മുകളിലേക്ക് ഉയർന്നു പോകുന്നു. എന്നാൽ കൂടെ കൂടെ അടിക്കുന്ന ഉഗ്രമായ കാറ്റിൻ്റെ ശക്തി കൊണ്ട് വളർന്നു വരുന്ന മരത്തിന് കാറ്റിനെതിരായി അതിൻ്റെ ശാഖകളെ വളച്ചും തിരിച്ചും നിർത്താതെ ഗതിയില്ലെന്ന് വരുന്നു. കാലാന്തരത്തിൽ മരത്തിന് പല വളവുകളും സ്ഥായിയായിത്തീരുന്നു. ഇതുപോലെ സമൂഹത്തിൻ്റെ നടുവിൽ വളർന്നു വരുന്ന ഓരോ കുട്ടിയുടെയും മനസ്സ് കാലക്രമത്തിൽ വികൃതമാകുന്നു. കരുണയില്ലാത്ത സാമൂഹ്യശക്തിയുടെ കാറ്റ് 4 വശത്തു നിന്നും നമ്മുടെ അന്തരാത്മാവിലേക്ക് ചെളിയും കല്ലും മുള്ളും വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുളത്തിൻ്റെ മുകൾ പരപ്പിൽ വന്നു വീഴുന്ന മണൽ ജലത്തിൻ്റെ സ്വച്ഛത കെടുത്തി അതിനെ മലിനമാക്കിക്കൊണ്ട് കുളത്തിൻ്റെ അടിത്തട്ടിൽ സാവധാനമായി കുന്നുകൂടുമ്പോൾ അടിത്തട്ടിൻ്റെ രൂപം മാറി മാറി വരുന്നു. നമ്മുടെ അന്ധകരണത്തിൻ്റെ അധിഷ്ഠാനമായ ആത്മാവിൻ്റെ നൈർമല്യത്തെ വാസനകൾ നേരത്തെ തന്നെ മൂടിയിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് പിന്നീട് ഓരോ അനുഭവവും അതിൻ്റേതായ സംസ്കാരത്തെ പിന്നെയും പിന്നെയും നിക്ഷേപിക്കുന്നത്. ഈ സംസ്കാരങ്ങൾ ഒട്ടുമുക്കാലും വികലമായ ധാരണകളിൽ നിന്നും രാഗദ്വേഷങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതാകയാൽ ജീവിതം അചിരേണ അസത്യജടിലവും വികൃതവുമായി മാറിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ മായയിൽ നിന്നും ഒഴിഞ്ഞു നിന്നുകൂടെ? ആരും അറിഞ്ഞുകൊണ്ട് മായയുടെ പിടിയിൽ നിന്നുകൊടുക്കുകയില്ല. നമ്മുടെ വ്യവഹാരത്തിലും സങ്കല്പങ്ങളിലും കാണപ്പെടുന്ന ലോകം തന്നെയാണ് മായ എന്നു പറയുന്നത്. അത് ആകപ്പാടെ കള്ളമായിരുന്നെങ്കിൽ മനുഷ്യൻ എന്നേ അതിൽ നിന്നും ഓടി ഒളിക്കുമായിരുന്നു. വ്യാവഹാരികമായ ലോകത്ത് കുറേ സത്യമുണ്ട്. സ്നേഹം, നന്മ, നീതി, കാരുണ്യം മുതലായ മൂല്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് മായ അതിൻ്റെ മാസ്മരികതയെ നമ്മിൽ പ്രയോഗിക്കുന്നത്. നമുക്ക് അത്യന്തം പ്രിയപ്പെട്ട മൂല്യങ്ങൾ
ഈ ചതികളിൽ നിന്നും അഭേദ്യമായിരിക്കുന്നത് കൊണ്ട് ഒരിക്കൽ കഷ്ടത അനുഭവിച്ചാലും അതിനെ ഉപേക്ഷിക്കുവാൻ കഴിയാതെ പിന്നെയും പിന്നെയും അതിൻ്റെ വിചിത്രമായ കെണികളിൽ പോയി വീണുകൊണ്ടിരിക്കുന്നു.